ഇവൻ പറയുണ്ടായി ഒരു മെന്റൽ ട്രോമയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോൾ മുൻപ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. സിബിൻ എന്ന വ്യക്തിയെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് മതി സിബിൻ എന്ന വ്യക്തി അടുക്കാൻ വേണ്ടി. അവിടെ ഫേവറിസം ഉണ്ട് ഒന്നാമത്തായിട്ട് തന്നെ. ഇപ്പോൾ ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ലാസ്റ്റ് സാറ്റർഡേ പറഞ്ഞത് തന്നെ. സിബിൻ ജസ്റ്റ് ഒരു മൈനസായിട്ടൊരു ആക്ഷൻ മാത്രമാണ് കാണിച്ചത്. അത് ഭയങ്കര ഒരു വലിയ സംഭവമല്ല. പ്രൊട്ടക്ട് ചെയ്യുന്നത് ജാസ്മിനെയാണ്. ലാലേട്ടൻ വന്ന് അത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഫേവറിസം ആണ് നമുക്ക് അവിടെ തോന്നിയത്. ഇപ്പോൾ ലാലേട്ടൻ ഇതായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ നമ്മുടെ പയ്യൻ അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിബിൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ സിബിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഫ്രണ്ടിന് ഉണ്ടാവില്ല. ഉണ്ട്, എന്തായാലും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സിബിനൊരു നല്ലൊരു ഗെയിമറാണ് ആക്ച്വലി. കാര്യം സിബിൻ പോയതിനു ശേഷമാണ് നമുക്ക് ആക്ച്വലി റൈറ്റ് ചെയ്യുന്ന തന്നെ മാറിയത് തന്നെ. അതുവരെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഹൗസ് അല്ലായിരുന്നു. കണ്ടന്റ് വരുന്നു, ഫൈറ്റിംഗ് വരുന്നു. സിബിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എന്റർടൈനർ ആയി മാറിയത്, അല്ലെങ്കിൽ ഒരു എന്റർടൈനിങ് ആയിട്ട് ബിഗ് ബോസ് മാറിയത് സിബിൻ വന്ന ശേഷം. നമ്മൾ റേറ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. ഇപ്പം ഈവൻ ലാലേട്ടൻ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ സാറ്റർഡേ വന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു. കാര്യം പെർഫോമൻസ് ബേസ് ആയാലും ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രീതിയും നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സിബിൻ. ഓക്കെ, പക്ഷേ കഴിഞ്ഞ നമ്മുടെ പ്രമോ നോക്കുവാണെങ്കിൽ സിബിൻ പുറത്തേക്ക് വരികയാണ് എന്നുള്ള രീതിയിലുള്ള പ്രമോകളൊക്കെയാണ് പുറത്തേക്ക് വന്നത്. അതെ, പക്ഷേ സിബിൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. രാവിലെ ഇന്ന് നമ്മൾ 24/4 കാണുന്നതാണ്. പക്ഷെ അതിൽ സിബിൻ ഓൾറെഡി ക്വിറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും തിരിച്ചു വന്നതാണ് കാണിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇപ്പോൾ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിബിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. അപ്പം സീക്രട്ട് റൂമിലോട്ട് അങ്ങനെ മാറ്റിയതായിരിക്കും കരുതുന്നുണ്ടോ? സീക്രട്ട് റൂമിൽ ആക്കിയിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആള്. അതെ, തീർച്ചയായിട്ടും. ഇതുവരെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിബിൻ ഇതുവരെ പുറത്തായിട്ടില്ല. ഇല്ല. ഇപ്പോൾ വോട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇപ്പം നമുക്ക് അതിനെ സിബിൻ്റെ പേരിൽ തന്നെ നമുക്കൊരു വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓൾറെഡി വോട്ടിംഗ് കാര്യങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പിന്നെ റേറ്റിംഗ് ഉണ്ട്. സിബിൻ എന്തായാലും പിടിച്ചു നിൽക്കും. ദൈവം എനിക്ക് കേട്ടെ, നമ്മുടെ പയ്യൻ വിജയിച്ചിട്ടേ വരത്തുള്ളൂ. അത് വേറെ വിഷയം. അതൊക്കെ വേറെ 100 ദിവസം നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഷുവറാണ്. അവൻ എന്ന് പറയുന്നത് നല്ലൊരു പെർഫോമറാണ് സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി. പിന്നെ എന്ത് പറയാൻ വേണ്ടിയാ, കളിച്ച് ജയിക്കും. ഓക്കെ, അവിടെ ഓരോ വാക്കുകൾ പറയുമ്പോഴാണെങ്കിൽ പോലും വളരെയധികം അളന്ന് കുറുക്കി മാത്രമാണ് സിബിൻ പറയാറുള്ളത്. ഇല്ല, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫേവറിസം ഉണ്ട് ഒന്നാമത്തായിട്ട് തന്നെ. ഇപ്പോൾ ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ലാസ്റ്റ് സാറ്റർഡേ പറഞ്ഞത് തന്നെ. കാര്യം സിബിൻ ജസ്റ്റ് ഒരു മൈനസായിട്ടൊരു ആക്ഷൻ മാത്രമാണ് കാണിച്ചത്. അത് ഭയങ്കര ഒരു വലിയ സംഭവമല്ല എന്ന് പറഞ്ഞ് നമ്മളെ സിബിൻ അന്ന് റൂമിൽ നിന്നൊക്കെ മാറ്റി വേറെ നിങ്ങൾ സാധാരണ റൂമിൽ പോകും, അങ്ങനത്തെ 1-2 കണ്ടന്റ് വന്നായിരുന്നു. പക്ഷെ അത് ആൾക്കിടയിൽ തന്നെ ഭയങ്കര സംസാര വിഷയമായിരുന്നു. രണ്ടാമത്തെ പിന്നെ സൺഡേ വന്നിട്ട് പിന്നീടാണ് പിന്നെ ജാസ്മിൻ അതിനെക്കുറിച്ച് ശരിപ്പെടാത്തതെന്നും മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് തന്നെ. അപ്പോൾ പൊതുവെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് ഡേ മുതലുള്ളതാണ്. സിബിൻ പുറത്തുനിന്ന് കണ്ടിട്ട് ചെയ്തതാണ്. അപ്പം സിബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ ജനങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് സിബിൻ 100 ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്. ലാലേട്ടൻ വന്ന് അത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഫേവറിസം ആണ് നമുക്ക് അവിടെ തോന്നിയത്. ഇപ്പോൾ ലാലേട്ടൻ ഇതായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ നമ്മുടെ പയ്യൻ അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിൻ പറയുണ്ടായി ഒരു മെന്റൽ ട്രോമയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോൾ മുൻപ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ഒരു രീതിയിലില്ല. സിബിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. സിബിൻ ആ ഒരു രീതിയിലൊന്നും സിബിൻ ഒരു അടിച്ചുപൊളി പയ്യനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും നന്മകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നൊരു, ഇപ്പൊ ഈവൻ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ഭയങ്കര ഒരു ഇമേജാണ് സിബിൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് സിബി ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സിബിന്റെ ഏതെങ്കിലും ഒരു നല്ലൊരു നിമിഷത്തിനെ പറ്റിയിട്ട് ഓർത്തിരിക്കാനായിട്ട് വരുന്ന അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് മുന്നേ ഉള്ള ആഴ്ച ലാലേട്ടൻ ചോദിച്ച സമയത്ത് സിബിൻ ഒരു മൊമെന്റ് കാണിച്ചായിരുന്നു ഇങ്ങനെ ജാസ്മിനെ കുറിച്ചുള്ള. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പവർ ടീമിനുള്ളിലേക്ക് സിബിൻ പോയപ്പോഴത്തേക്ക് അതൊരു പവർ ടീമിനെ മൊത്തത്തിൽ മാറ്റിക്കളാം. ആക്ച്വലി ഈ പവർ ടീം വന്നപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് വന്നു. അതുമല്ല കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പം ആർക്കും സപ്പോർട്ടായിട്ടൊന്നും അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ ഗെയിം പരമായിട്ടായാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി പറ്റി. അവിടെ ഉള്ളൊരു സാധനം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈവൻ ഋഷി ആയപ്പോൾ ഋഷി എന്തായാലും നല്ല ഉറങ്ങിയായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവൻ ഋഷി ഭയങ്കര ആക്റ്റീവാണ്. പവർ ടീമായാലും എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവാണ്. ഋഷിയും സിബിനും തമ്മിൽ മുൻപ് ഒരു വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അവർ രണ്ടുപേരാണ് ചങ്കും. ഇല്ല, കാര്യം തന്നെ ഋഷിക്ക് അറിയാം എന്താണ് എന്നുള്ള. സിബിൻ എന്ന വ്യക്തിയെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് മതി സിബിൻ എന്ന വ്യക്തി അടുക്കാൻ വേണ്ടി. സിബിൻ അതനുസരിച്ച് കാര്യങ്ങൾ നിൽക്കത്തുള്ളൂ, അത്രയേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് സിബിൻ വരും എന്ന് കരുതുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും വരും. കാര്യം സിബിന്റെ പെർഫോമൻസ് ബേസ് ആണെങ്കിൽ സിബിൻ ഉറപ്പായിട്ടും എന്തായാലും വരും. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും സിബിൻ ആ ഹൗസിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറയുന്നത് ആസ് എ ക്യാപ്റ്റൻ? അപ്പം നമുക്ക് പറയാം, പക്ഷേ സിബിന്റെ പെർഫോമൻസ് ബേസ് ആണെങ്കിൽ സിബിൻ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരത്തുള്ളൂ. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും സിബിനെ. ഓക്കെ, ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സിബിന്റെ അടുത്ത് എന്താണ് പറയാനായിട്ടുള്ളത്? സിബിൻ ജയിച്ച് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈവൻ ഇപ്പം എൻ്റെ വീട്ടുകാരായാലും നമ്മുടെ നാട്ടുകാരായാലും സിബിനെ ചുറ്റി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കാര്യം സിബിനെ ഇത്രയും കൊണ്ടുവന്ന് നമ്മുടെ സിബിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സാണ്. അപ്പം അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സിബിൻ അതിൽ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് നമുക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും അത് മാത്രമാണ്. അതെ, അപ്പോൾ 100 ഡേയ്സ് അവിടെ നിന്ന് കപ്പായിട്ട് വരും. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കുക എന്തായാലും സിബിനെ.